ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന കൊല്ലം ഇത്തിക്കരയിൽ നാട്ടുകാർ സത്യാഗ്രഹ സമരത്തിലാണ്. നിലവിലെ DPR പ്രകാരം നിർമ്മാണം നടത്തിയാൽ 400ഓളം കുടുംബങ്ങളുടെ വഴിയില്ലാതാകും. മഴ വന്നാൽ പലരുടെയും വീടുകളിൽ വെള്ളം കയറുമെന്നും പരാതി. അടിപ്പാത നിർമ്മിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്തും വരെ സത്യാഗ്രഹ സമരം തുടരാനാണ് തീരുമാനം. കൊല്ലത്തുനിന്ന് ലിജോ റോളൻസിന്റെ റിപ്പോർട്ടാണ്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ് കൊല്ലം ഇത്തിക്കരയ്ക്ക് സമീപത്ത് താമസിക്കുന്ന ആളുകൾ. ഇത്തിക്കര പാലം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആളുകൾ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണമെന്ന് അറിയാതെ വലിയൊരു ബുദ്ധിമുട്ടിലാകുന്നു. ഏകദേശം 400ഓളം കുടുംബങ്ങളാണ് വലിയൊരു ബുദ്ധിമുട്ടിലാകുന്നത്. ഇവിടെ ഒരു സമരസമിതി രൂപീകരിച്ച് ദിവസങ്ങളായി റിലേ സത്യാഗ്രഹം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുകയാണ്. സമരം ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് കടന്നിരിക്കുകയാണ്. വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ അനുഭവിക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ 7:30 മണി തൊട്ട് സ്കൂൾ ബസ്സുകൾ വന്നു തുടങ്ങും. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ തിരുമുക്കി കൊണ്ടുപോകണോ അങ്ങ് കൊട്ടിയത്ത് കൊണ്ടുപോയി ബസ് കയറ്റി വിടുമോ? പിന്നെ അതുപോലെ 60, 70, 50 ഒക്കെ കഴിഞ്ഞ വൃദ്ധരായ ആൾക്കാരുണ്ട്. അവർക്കൊരു മിനി ആംബുലൻസിൻ്റെ സൗകര്യമെങ്കിലും നമുക്ക് വേണ്ടേ? ആ റോഡ് ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ കഷ്ടപ്പാടിലുള്ളതാണ്. ഭയങ്കര അവർ പറഞ്ഞ രീതിയിൽ റോഡ് ചെയ്ത പല വീടുകളും ഒരുപക്ഷെ മണ്ണിനടിയിലായി പോകില്ല. ഒരു 6-7 വീടുകാർ നല്ല രീതിയിൽ താഴോട്ട് അവർക്ക് റോഡിലോട്ട് കയറാൻ പറ്റുന്ന യാതൊരു അവസരവും ഇല്ലാത്ത രീതിയിലാണ് ആ പറഞ്ഞ രീതിയിൽ റോഡ് വെച്ചാൽ ഉണ്ടാകുന്നത്. ചെങ്കോട്ട, കുളത്തൂപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡുകൾ പോലും ഈ വഴിയാണ് പോകുന്നത്. അന്നേരം അതൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ 7 വീടുകാർക്കെന്ന് പറയുന്നത് അവർക്ക് റോഡിൽ കയറാൻ പറ്റത്തേ ഇല്ല. അതാണ് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇവിടെ ആണെങ്കിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. നമുക്ക് പോകാൻ ഒരു ഇതിൽ അണ്ടർപാസ് ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നടപ്പിലാക്കണം അവർ. ഈ നാട്ടുകാരുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടാണ് സമരസമിതി തന്നെ പ്രത്യക്ഷമായിട്ട് ഒരു സമരം നയിച്ചിരിക്കുക എന്നത് അവരോട് തന്നെ ചോദിക്കാം. ഒരു പ്രത്യക്ഷ സമരത്തിൽ കടന്നിരിക്കുകയാണ്. ഈ DPR ഒന്നും നമ്മളോടൊന്നും പരിഗണിക്കാതെയാണ് ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. DPR ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഈ ആദിച്ചനല്ലൂർ പഞ്ചായത്തിൻ്റെ മെമ്പറാണ്. നമ്മളൊന്നും ഈ DPRനെ പറ്റി അറിയത്തില്ല. നേരത്തെ ഇത്തിക്കരയിൽ അടിപ്പാത ഉണ്ടായിരുന്നു എന്നാണ് പഴയ DPRൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ഞങ്ങളുടെ ഭാഗത്ത് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്ന് വന്നപ്പോഴാണ് ഇതിൻ്റെ രൂക്ഷത മനസ്സിലാവുന്നത്. പരാതികൾ പറഞ്ഞിട്ടൊന്നും പരാതികൾ ഞങ്ങൾ കൊടുക്കേണ്ട കളക്ടറുടെ അടുത്ത് പോയി, MP കണ്ടു, MLA കണ്ടു, നാഷണൽ അതോറിറ്റിയെ കണ്ടു, പ്രോജക്റ്റ് ഡയറക്ടറെ കണ്ടു. ഈ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ കണ്ടു. ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല. ഈ ഒരു അടിപ്പാത വരികയാണെന്നുണ്ടെങ്കിൽ ആദച്ചനല്ലൂർ, ഓയൂർ, ആയൂർ, ചെങ്കോട്ട, കുളത്തൂപ്പുഴ ഈ ഭാഗത്തുള്ളവർക്ക് ഇത് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഈ MC റോഡിൽ നിന്നൊക്കെ വന്നിറങ്ങുന്ന ഒരു എളുപ്പ വഴിയാണ് ഇത്തിക്കര പാലത്തിന് അടുത്തേക്ക് വന്നിറങ്ങുന്നത്. പക്ഷേ അതൊക്കെ ഇതോടുകൂടെ കാര്യം എങ്ങനെ തിരിഞ്ഞു പോകുമെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു 400 കുടുംബങ്ങളാണ് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇതൊരു നാടിന് മാത്രം ആവശ്യമല്ല, മറിച്ച് ഇത് ഒരു ഭാവി ദീർഘവീക്ഷണം കൂടി നോക്കിക്കണ്ട് വേണം ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബൈപ്പാസ് നിർമ്മാണത്തിലേക്ക് കടക്കേണ്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു കൃത്യതയോ വ്യക്തതയോ ഇല്ലാതെയാണ് കടന്നിരിക്കുക. ഇപ്പം നാട്ടുകാരെ പറയുകയുണ്ടായി അവർ DPR കണ്ടിട്ടില്ല. അപ്പം ഇത് ഞാൻ കരുതുന്നത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗമികമായിട്ടുള്ള പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് വേണം ഇത്തരത്തിലുള്ള പാതകൾ നിർമ്മിക്കാനായിട്ട്. ആളുകൾ ഇങ്ങനെ ഒറ്റപ്പെടുന്നപ്പോൾ റിലേ സത്യാഗ്രഹമാണ്. നമ്മൾ ഈ സത്യാഗ്രഹം കൊണ്ടൊന്നും ഫലം കണ്ടില്ലെങ്കിൽ ശക്തമായ നടപടിയുമായി അല്ലെങ്കിൽ സമരമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഇത് നടപ്പാക്കുന്ന വരെ ഇവിടെ സമരം നടക്കും. മാത്രമല്ല, ഇത് ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഇത് NH നിന്ന് MC റോഡിൽ മുട്ടുന്നൊരു റോഡുമായിട്ട് കണക്ട് ചെയ്ത് 60 വർഷം തൊട്ട് ബസ് സർവീസുകളും അതോടൊപ്പം തന്നെ പല കമ്പനികളിലും ടൈലർ ഉൾപ്പെടെ പോണ്ടുന്ന ആവശ്യങ്ങളുള്ള ഒരു പ്രധാന റോഡാണ്. അല്ലാതെ ഒരു പോക്കറ്റ് റോഡല്ലത്. സമരസമിതിയും ഒപ്പം തന്നെ ഈ പ്രദേശവാസികളും ഒന്നടങ്കം സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത് അവരുടെ ഇന്ന് ഈ സമരം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് ഇവിടെ കൃത്യമൊന്ന് താമസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് വരും. വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശമാകെ ഒരുപക്ഷെ വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അധികാരികൾ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിച്ച് ഒരു അടിപ്പാത നിർമ്മിക്കണമെന്നത് മാത്രമേ ഇവർക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളൂ. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.